മൈമോ സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ചാച്ചൻ്റെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് വിഷ്വൽസൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുക്കളയിൽ ഒരു ഫാൻ ഫിറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. കുറേ കാലമായിട്ട് ഫാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഇന്നെല്ലാവരും കൂടി പോയി ചാനും എബിക്കുട്ടനൊക്കെ കൂടി അതങ്ങ് സെറ്റ് ചെയ്തു. എബിക്കുട്ടൻ ഈ ഫാൻ ഫിറ്റ് ചെയ്തു, എന്താണ് നിനക്ക് തോന്നുന്നത്? എന്താ നിനക്ക് തോന്നുന്നത്? നീ ഫാൻ ഫിറ്റ് ചെയ്തു, അപ്പൊ നിനക്ക് എന്താ തോന്നുന്നത്? കിട്ടി. ആ, സന്തോഷാണോ? റെഡി ആയിട്ട് പെരുമ്പാവൂര് ഖലീഫയിൽ പോയിട്ട് ഒരു മന്തി കഴിക്കാന്ന് വിചാരിച്ചോണ്ടിരിക്കുക. ഇവിടെ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടാ വന്നേ. അപ്പൊ ഫുഡൊന്നും കരുതിയിട്ടില്ല. അപ്പൊ എല്ലാരും കൂടി പുറത്തു പോകാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ തയ്ച്ചതാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്റ്റിച്ചിങ് വീഡിയോ. ബ്ലൗസിന്റെ അപ്പൊ അതിന്റെ ബാലൻസ് പീസ് വെച്ച് തയ്ച്ച ആലിയക്കട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ ഇങ്ങനെ ചെയ്തോണ്ട് കാണുന്നില്ല. പിന്നെ ചെറിയൊരു ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയതാണ്, ചെറുത്. ഞാൻ ബ്ലാക്ക് പാന്റിന്റെ കൂടെ സെറ്റ് ചെയ്തേക്കുവാ. അപ്പൊ എല്ലാരും റെഡി ആയിട്ടിരിക്കുക. ടി വി കണ്ടോണ്ടിരിക്കുക. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചതേ വീട്ടിലെത്തിയിട്ടുണ്ട്. എപ്പോൾ എവിടെ പോയിട്ട് വന്നാലും അല്ലെങ്കിൽ വീട്ടിലോട്ടായിട്ട് ആരെങ്കിലും വന്നാലും എല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ദേ ഈ കാണുന്നൊരു ഏരിയ ആണ് കേട്ടോ. അതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നാലായിക്കോട്ടെ, ഇച്ചായൻ്റെ അടുത്തു നിന്നായിക്കോട്ടെ, ആര് വന്നാലും എല്ലാവർക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ദേ ഇതാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ കിടക്കും, ഇരുന്ന് വർത്താനം പറയും. ഇങ്ങനെ എല്ലാവരുടെയും വീട്ടിലും കാണുമല്ലേ, എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ഇരുന്ന് ഒരുമിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. അത് ചിലപ്പോൾ റൂമായിരിക്കാം, ചിലപ്പോൾ വാർക്കമേളിലായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ, വർക്ക് ഏരിയ ആയിരിക്കാം. ഇപ്പം ഈ വീട്ടിൽ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ സിറ്റ് ഔട്ടാണ്. ഇവിടെ ചെറിയൊരു ഫാനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞോന് ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് കുഞ്ഞോൻ തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇടയിൽ ഒരാൾ മിസ്സിങ് ആയിരുന്നു. അവന് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുത്താനുള്ള പരിപാടിയാണ്.
അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാതിരുന്ന എൽദോസിനെ, അതായത് ഞങ്ങൾ സാജിക്കുട്ടൻ എന്ന് വിളിക്കും, അവനെ ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇനി എന്താണ് പരിപാടി എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഓൾറെഡി ഫുഡ് കഴിച്ചിട്ട് വന്നുകൊണ്ട് ഇനി ഫുഡ് കഴിക്കാൻ പോക്ക് ഉണ്ടാവില്ല. ഫുഡ് കഴിക്കാൻ പോണ ടൈമിൽ അവന് വിളിച്ചപ്പോൾ അവന് വരാനും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പിഴക്കേപ്പള്ളിയിലുള്ള ചായപ്രേമിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഒരു 12 മണി ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പീസ് കേക്കൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് തന്നു. ഒരു പരിചയമില്ലാത്തൊരു സ്ട്രേഞ്ചറുടെ ബർത്ത്ഡേയുടെ കേക്കൊക്കെ കിട്ടി. അത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കിവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അവിടുത്തെ ചായയും വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആരെയും എങ്ങും പറഞ്ഞു വിടുന്നില്ല. ഇന്നിവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ പോകാമെന്നുള്ള തീരുമാനത്തിലിരിക്കുകയാണ്. എല്ലാവരും കിടക്കാനുള്ള പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ എല്ലാവരും കൂടി നിൽക്കുന്നതും ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ. എപ്പോഴും ടൈം കിട്ടാറില്ല എന്നാലും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവട്ടെ. നല്ല നല്ല മെമ്മറബിൾ ഡേ ഒക്കെ നിങ്ങളുടെ ലൈഫിലും വരട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.